അഹ്വനു അലൈഹി, അത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ആ പ്രയാസം, രണ്ടാമത് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അഹ്വനു അലൈഹി, ഹയ്യിൻ എന്നതല്ല അഹ്വൻ, വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്, അതെങ്ങനെയും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, നിങ്ങളെ ഓരോ സമയത്ത് നിങ്ങൾക്ക് കണക്കാക്കിയ സമയത്തിലും ആയുസ്സിലും സ്ഥലത്തും വെച്ച് നിങ്ങളെ മരിപ്പിക്കുന്ന റബ്ബ്, ആ റബ്ബിതാ നിങ്ങളെ പിന്നീട് നിങ്ങൾക്ക് പുനർജന്മം നൽകുകയാണ്. വലഖദ് അലിംതുമുൻ നശ്അത്തൽ ഊലാ ഫലൗലാ തദക്കറൂൻ. നിങ്ങൾ എന്തേ ഉൾക്കൊള്ളാത്തത്? നിങ്ങൾ എന്തേ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തത്? ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായിരിക്കണം, നിർബന്ധമായും ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അല്ലാഹു പറയുന്ന ഒന്നാമത്തെ എഴുന്നേൽപ്പ് കണ്ട് രണ്ടാമത്തെ എഴുന്നേൽപ്പ് മനസ്സിലാക്കാം. ഹദീസിൽ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം, അജബൻ കുല്ലൽ അജബ് ലിൽ മുകദ്ദിബ് ബിൻ നശ്അത്തിൽ ആഖിറ വഹുവ യറ നശ്അത്തൽ ഊലാ വഅജബൻ ലിൽ മുസദ്ദിഖ് ബിൻ നശ്അത്തിൽ ആഖിറ വഹുവ യസ്ആ ലിദാരിൽ ഗുറൂർ. അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ എടുത്ത ഒരു ഹദീസാണ്, ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അജബൻ കുല്ലൽ അജബ്, അത്ഭുതമായ അത്ഭുതമൊക്കെ, അത്ഭുതമായ അത്ഭുതമൊക്കെയും ലിൽ മുകദ്ദിബി ബിൻ നശ്അത്തിൽ ആഖിറ, രണ്ടാമത്തെ അവസാനത്തെ എഴുന്നേൽപ്പ് കൊണ്ട് കളവാക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം നിഷേധിക്കുന്നവന്റെ കാര്യത്തിലാ വലിയ അത്ഭുതം. വഹുവ യറ നശ്അത്തൽ ഊലാ, ഒന്നാമത്തെ എഴുന്നേൽപ്പ് കണ്ട സ്ഥിതിക്ക്, ഒന്നാമത്തെ എഴുന്നേൽപ്പ് കണ്ട് ബോധ്യപ്പെട്ടിട്ട് പിന്നെ രണ്ടാമത് എഴുന്നേൽക്കുമെന്ന് ശങ്കിക്കുന്നവന്റെ കാര്യത്തിലാണ്, അത് നിഷേധിക്കുന്നവന്റെ കാര്യത്തിലാ അത്ഭുതം. പിന്നെ റസൂലുള്ളാഹി അത്ഭുതം പ്രകടിപ്പിച്ചത് നമ്മളെ കുറിച്ച്, നാളെ ഒരു പുനരുത്ഥാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്റെ കാര്യത്തിലാണ് അത്ഭുതം. അവൻ ഈ വഞ്ചകിയായ ഭൂമിക്ക് വേണ്ടിയാണ് അവൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ. ഈ വഞ്ചകിയായ ഭൂമിക്ക് വേണ്ടി അവൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്, നാളത്തേക്ക് വേണ്ടി തീരെ തയ്യാറാകുന്നില്ല. ഈ ഒന്നാമത്തെ എഴുന്നേൽപ്പ്, ആ എഴുന്നേൽപ്പ് എങ്ങനെയൊക്കെ കേമമാക്കാമെന്ന് മാത്രം അവൻ ചിന്തിക്കുന്നത്, പുനരെഴുന്നേൽപ്പിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. പടച്ചോനെ, ഞങ്ങൾക്കൊക്കെ നീ ബോധം നൽകണം റഹ്മാനെ, ബോധം നൽകണം റഹ്മാനെ. അപ്പോൾ അല്ലാഹു പറഞ്ഞു വെച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, നിങ്ങളെ മരിപ്പിക്കുന്നത് ഞാനാണ്. നിങ്ങൾ ഈ ഒന്നാമത്തെ സൃഷ്ടിപ്പ് കണ്ട് രണ്ടാമത്തെ ഒരു സൃഷ്ടിപ്പുണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? ഫലൗലാ തദക്കറൂൻ. ഇനി അല്ലാഹു വ്യംഗ്യമായി അല്ലാഹു തആല പുനർജന്മം സ്ഥാപിക്കുകയാണ്, പുനരുത്ഥാനം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭക്ഷണം തന്നത് ഞാനാണെന്ന് അവകാശപ്പെടുകയാണ്. അഫറഅയ്തും മാ തഹ്റുസൂൻ, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെക്കുറിച്ച് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്. അടുത്ത ചോദ്യം, ഇതൊക്കെ ചോദ്യം ഉത്തരവാ, ഇന്ന് ഫുൾ അങ്ങനെയാണ്. ചോദ്യം ഉത്തരവ് ഒക്കെ തന്നത് ഞാനാണ്, എന്നിട്ട് എന്താ നിങ്ങൾ ഈ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നത് എന്നാ ലാസ്റ്റ് ചോദിക്കാൻ പോകുന്നു. നന്ദികേടിന്റെ ചിത്രം കുറെ പറയണമെന്ന് കരുതിയതാ, പക്ഷെ അവിടേക്ക് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയും 2-3 ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഭൂമി ഉഴുതുമറിച്ച് വളം ചേർത്ത് വിത്തുപാകി വെള്ളം ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന കൃഷിയിടം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഇത് അഫറഅയ്തും മാ തഹ്റുസൂൻ. അല്ലാഹ് അതൊക്കെ നമുക്ക് വിട്ടുതരിക. ഭൂമി ഇളക്കി മറിക്കുന്നത് നീയാണ്, ഉഴുതുമറിക്കുന്നത് നീയാണ്, വളം ചേർക്കുന്നത് നീയാണ്, വെള്ളം കൂട്ടുന്നത് നീയാണ്, വിത്ത് പാകിയത് നീയാണ്, കള പറിക്കുന്നത് നീയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ എന്റെ ചോദ്യം, അള്ളാഹു പറയുന്നു, നേരത്തെ ചോദിച്ചതുപോലെ ബീജം സ്കരിപ്പിക്കുന്നത് നിങ്ങൾ, പക്ഷേ കുട്ടിയാക്കുന്നത് ആരാണ് എന്നതുപോലെ അള്ളാഹു തആല ചോദിക്കുകയാണ്. അത് നമ്മളല്ലാന്ന് നേരത്തെ സമ്മതിക്കുന്നു പറഞ്ഞല്ലോ. കാരണം നമ്മളാണെങ്കിൽ ബീജം, നമ്മൾ സ്കരിപ്പിക്കുന്ന ബീജത്തിലൊക്കെ മക്കൾ ഉണ്ടാവണം, അതില്ല, അള്ളാഹുവാണ് മക്കളെ തരുന്നത്. എന്നതുപോലെ നമ്മൾ ഇട്ട വിത്തൊക്കെ മുളക്കണം, നമ്മളാണ് മുളപ്പിക്കുന്നതെങ്കിൽ അല്ല. വിത്ത് പാകുന്നത് നിങ്ങളാണ്, ഭൂമി ഇളക്കി മറിക്കുന്നത് നിങ്ങളാണ്, വളമിറക്കുന്നത് നിങ്ങളാണ്, വെള്ളം ചേർക്കുന്നത് നിങ്ങളാണ്, എല്ലാം നിങ്ങൾ. പക്ഷേ അതൊക്കെ അള്ളാഹു തന്നത് തന്നെയാണ്. പക്ഷെ അള്ളാഹു തആല അത് തൽക്കാലം നമുക്ക് വക ചേരാത്ത, കാരണം നിഷേധിയോട് സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, നിന്റെ ചോദ്യം, അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, ആ ഭൂമി
കൃഷിയോ ആ ഭൂമി കൊയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിലാക്കി തരുന്നത് നിങ്ങളാണോ നമ്മളാണോ? അത് മുളപ്പിച്ചതാരേൻ? അത് മനുഷ്യരാന്ന് പറയാൻ പറ്റൂല. കാരണം അങ്ങനെയാണെങ്കിൽ അവനിട്ട വിത്തൊക്കെ മുളക്കാറില്ല. കാരണം പിറ്റേന്ന് ഇങ്ങനെ പോയി നോക്കിയിട്ട് കൂട്ടുകാരനെയും കൂട്ടി വയലിലൊക്കെ ഒന്ന് ഇങ്ങനെ പോയി, അഹമ്മദ് ക ഇന്നലെ 2 നാൾ മുമ്പ് വിത്ത് പാകിയതാ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി നോക്കിയിട്ട് എവിടെയൊക്കെ മുളച്ചത് എവിടെയൊക്കെ മുളക്കാത്തതെന്നൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് ഇങ്ങനെ പറയാം, ഇവിടെ കെട്ടിയിരുന്നു, ആ ഭാഗത്തൊന്നും മുളച്ച് കണ്ടില്ല, ഈ ഭാഗത്ത് മാത്രമേ മുളച്ചിട്ടുള്ളൂ. ഖേദങ്ങനെ പറയും. നമ്മൾ ഇട്ടതൊക്കെ മുളക്കൂല, അള്ളാഹു ആ മുളപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. ആദ്യം അള്ളാഹു ചോദിച്ചത് തഹ്റുസൂൻ എന്നാ, നിങ്ങൾ ഇറക്കുന്ന കൃഷി. ആ ഹർഫ് എന്ന പദത്തിന്റെ അർത്ഥം ഭാഷാർത്ഥത്തിൽ ഇതിനൊക്കെ കൃഷി എന്ന് പറയുമെങ്കിലും ഇത് രണ്ടും കൂടെ വ്യത്യാസമുണ്ട്. ഹർസും സറുഉം. ഹർസ് എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഉഴുതുമറിക്കുക, വിത്തിറക്കുക, വളം ചേർക്കുക, ഇതിനൊക്കെ ഹർസ് എന്നാ പറയാ. സറ എന്ന് പറഞ്ഞാൽ മുളപ്പിക്കുക, കതിരിടിക്കുക, അതിൽ വിത്തുണ്ടാക്കുക, പാലുറപ്പിക്കുക, ഈ പണിയൊക്കെയാണ് അല്ലാഹ് ഉണ്ടോ. അതൊക്കെ അതിനാ സറ എന്ന് പറയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പ്രത്യേകിച്ച് നബി തങ്ങൾ പറഞ്ഞു, ലാ യഖൂലന്ന അഹദുകും സറഅതു വലാകിൻ ലിയഖുൽ ഹറസ്ത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ സറഅതു എന്ന് പറയരുത്. കൃഷി ചെയ്തു എന്നുള്ളതിന് ഭാഷാർത്ഥത്തിൽ രണ്ടും പറയാം. സറഅതു ഞാൻ കൃഷി ചെയ്തു, ഹറസ്തു ഞാൻ കൃഷി ചെയ്തു. പക്ഷേ നബി പറഞ്ഞു സറഅതു എന്ന് പറയല്ല, അത് ഖുർആനിനെതിരാണ്. കാരണം ഖുർആൻ പറഞ്ഞത് സാരി അല്ലാഹുവാൻ, മുളപ്പിക്കുന്നതും കൊയ്തെടുക്കാൻ പറ്റുന്ന പ്രായത്തിൽ അത് ആക്കിത്തരുന്നതും ഒക്കെ അല്ലാഹുവാൻ. അപ്പൊ നിങ്ങൾ ഹറസ്തു എന്ന് പറഞ്ഞു, ഉഴുതുമറിച്ചു, വളം ചേർത്തു, വിത്തുപാകി, അതൊക്കെ പറഞ്ഞു. ആ പദപ്രയോഗമാണ് നിങ്ങൾ കൃഷി ഇറക്കി എന്നതിന് ഉപയോഗിക്കേണ്ടത്. ഹാരിസ് എന്നാണ് കർഷകന് പറയേണ്ടത്, ഹാരിസ്, സാരി എന്നല്ല എന്നർത്ഥം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല ചോദിച്ചതും ശരിക്ക് ചങ്കിൽ പിടിച്ച് സമ്മതിപ്പിക്കല. ഇൻഷാ അല്ലാഹ് അടുത്തതും കൂടെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ. അല്ലാഹ് പറയുന്നു, നമ്മളെങ്ങാനും ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ, ലൗ നശാ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലജഅൽനാഹു ഹുതാമാ, ഈ നെല്ലുകൾ മുഴുവനും, ഈ കൃഷികൾ മുഴുവനും, ഗോതമ്പ്, നെല്ല് ഏതായാലും ശരി, ഇനി മുളച്ചു എന്ന് വെക്കുക, മുളപ്പിച്ചു എന്ന് വെക്കുക, മുളച്ചതിന്റെ ശേഷത്ത് നേരെ നിൽക്കുവോ? ഇല്ല. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലജഅൽനാഹും ഹുതാമാ, അതിനെ മുഴുവനും ഉണക്കി കരിച്ചു കളയാൻ എനിക്ക് കഴിയും. ലജഅൽനാഹു ഹുതാമാ, അതിനെ കരിച്ചു കളയാൻ എനിക്ക് കഴിയും. അങ്ങനെ ഉണക്കി കരിച്ചു കളഞ്ഞാൽ ഫദൽതും തഫക്കഹൂൻ, മുളപ്പിച്ചാട് തന്ന് ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? പറ്റൂല. നടക്കൂല. എന്തുകൊണ്ട്? എപ്പോഴും അള്ളാഹുവിനോട് കടപ്പെട്ടു നിൽക്കുന്നു മനുഷ്യൻ. റബ്ബിൽ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കാൻ, മുളച്ച് കിട്ടി ഇനി എന്റെ പണി നോക്കുന്ന റബ്ബിനോട് പറയാൻ പറ്റൂല. എന്തേ കാരണം? റബ്ബില്ലെങ്കിൽ ഇത് വലുതാകൂല, റബ്ബില്ലെങ്കിൽ ഇത് കതിരിടൂല, റബ്ബില്ലെങ്കിൽ ഇതിൽ നെല്ല് കിട്ടൂല, ഒക്കെ ചപ്പയായിരിക്കും, പതിരായിരിക്കും. നെല്ല് കിട്ടണോ? റബ്ബ് തന്നെ കനിയണം. അപ്പോൾ അള്ളാഹു പറയാൻ, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ഉണക്കിക്കരിക്കാൻ എനിക്ക് കഴിയും, ചപ്പയും പതിരുമാക്കി കളയാൻ എനിക്ക് കഴിയും. ഫദൽതും തഫക്കഹൂൻ, പിന്നെ നിങ്ങൾ നഷ്ടക്കഥയും പറഞ്ഞിരിക്കേണ്ടി വരും. ഫദൽതും തഫക്കഹൂൻ, അതിനെ തുടർന്ന് നിങ്ങൾ ഫലിതം പറഞ്ഞിരിക്കും, നഷ്ടക്കഥ. ഇന്നാല മുഗ്റബൂൻ, നിങ്ങളും അയൽക്കാരനും കൂടിയിട്ട് ഇങ്ങനെ നഷ്ടം പറയുമെടാ. ഇക്കൊല്ലം വയലിൽ കൊണ്ടുപോയൊരു 10,000 എറിഞ്ഞിരുന്നു, ഒരു 50,000 ഇങ്ങോട്ട് എടുക്കാമെന്ന പ്രതീക്ഷയിലായി എറിഞ്ഞത്. വാഴ വെക്കുമ്പോൾ